2 ഫെബ്രുവരി 2023 ഹിന്ദു ന്യൂസ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് മാത്രമാണ് നമ്മൾ ഈ സെഷനിൽ ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ സെഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ. അപ്പോൾ പോളിറ്റിക്സ് എന്ന് ബഡ്ജറ്റിനെ വിലയിരുത്തിക്കൊണ്ടാണ് ഹിന്ദു ആദ്യത്തെ പേജിൽ ബഡ്ജറ്റിനെ കുറിച്ച് അനലൈസ് ചെയ്യുന്നത്. കാരണം 2024 ലോക്സഭ ഇലക്ഷൻസ് വരികയാണ്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട സാലറീഡ് മിഡിൽ ക്ലാസ്, ആർട്ടിസൻസ്, അതുപോലെ തന്നെ MSME, വുമൺ, അങ്ങനെയുള്ള സെക്ഷൻസിനൊക്കെ ബൂസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എഫേർട്ട് ഈ പറഞ്ഞ ബഡ്ജറ്റ് 2023-24 നടന്നിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ അനാലിസിസ്. 1.33% MGNREGS ഷെയർ ഇൻ ഫിനാൻഷ്യൽ ഇയർ 2024 ബഡ്ജറ്റ് 1.33%. ഈ MGNREGS എന്ന് പറയുന്നത് റൂറൽ പോപ്പുലേഷനോ അല്ലെങ്കിൽ അർബൻ പോപ്പുലേഷനൊക്കെ ഏറ്റവും നീഡി ആയിട്ടുള്ള ആൾക്കാർക്ക് ഉള്ള സ്കീമാണ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട എംപ്ലോയ്മെൻറ്റുമായി ബന്ധപ്പെട്ടതാണ്. അതിൻ്റെ ഷെയർ 2.14 ആയിരുന്നു കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ. അത് കുറഞ്ഞു എന്ന് പറയുന്നത് ഒരു എക്കോണമിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ ആയിട്ടുള്ള പാരാമീറ്റേഴ്സിൽ ഈ പറഞ്ഞ റൂറൽ പോപ്പുലേഷന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. 1.33% ആയിട്ട് കുറഞ്ഞു 2.14% നിന്ന്. 1.98% ഹെൽത്ത് ഷെയർ ബഡ്ജറ്റ് ഈ വർഷം ഉണ്ട് എന്ന് പറയുന്നു. അത് 2% തന്നെ, 2%-ത്തിനേക്കാളും കുറവായിരുന്നു 2 വർഷം ഫിനാൻഷ്യൽ 23-24. കാരണം ഇതിനൊക്കെ ഇപ്പോൾ ഗ്രോയിങ് എപ്പിഡമിക്സ് ഉണ്ട്. എപ്പിഡമിക്സ് വളരെ ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്യുന്നൊരു സമയമാണ്. പാൻഡമിക്സായി മാറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളത്തെ ഹെൽത്തുമായി ബന്ധപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ കൂടുതൽ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ 2%-ത്തിൽ താഴെയാണ് നിൽക്കുന്നത്. 5.3% റെയിൽവേൻ്റെ ഷെയർ കൂടിയിട്ടുണ്ട്. 5.36% ആയിരുന്നു. 3.28 കഴിഞ്ഞ വർഷം. ഇത്തവണ 5.36 ആയിട്ടുണ്ട്. ഇതിൽ സീറോ ടാക്സ് ഫോർ ആനുവൽ ഇൻകം അപ് ടു 7 lakh എന്ന് പറഞ്ഞൊരു പുതിയ സ്കീം പറയുന്നുണ്ട്. അതിൻ്റെ ക്ലാരിറ്റി കൂടുതൽ ഉണ്ടാവേണ്ടതാണ്. ഇതിൽ പറയുന്നത് ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ വെനസ്ഡേ അനൗൺസ് ദാറ്റ് ദോസ് ഏർണിംഗ് അപ് ടു 7 lakhs നീഡ് നോട്ട് പേ എനി ഇൻകം ടാക്സ് അണ്ടർ ദ ന്യൂ ടാക്സ് റിജീം. 7 ലക്ഷം വരെ ഏൺ ചെയ്യുന്നവർക്ക് ഇൻകം ടാക്സ് വേണ്ട എന്ന് പറയുന്നു. പ്രധാനമന്ത്രി ആവാസ് യോജന ഷെയർസ് റൈസസ് ബൈ 66% വിത്ത് മോർ ഫോക്കസ് ഓൺ ടയർ 2 ടയർ 3 സിറ്റീസ്. ടയർ 2 ടയർ 3 സിറ്റീസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പ്രധാനമന്ത്രി ആവാസ് യോജന ബഡ്ജറ്റ് അലൊക്കേഷൻ 66% കൂടിയിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ ബഡ്ജറ്റ് പ്രത്യേകത എന്നത് മൊബൈൽ ഫോൺസും TVക്കും പൈസ കുറയാനും ടോയ്സ്, ബൈസൈക്കിൾസ്, ഓട്ടോമൊബൈൽസ് കൂടുതൽ പൈസ കൂടാനുമുള്ള ട്രെൻഡാണ് ഇപ്രാവശ്യത്തെ ബഡ്ജറ്റ് പറയുന്നത്. സിൽവറിൻ്റെ കാര്യത്തിൽ നോക്കാം. സിൽവർ ടു ഗെറ്റ് കോസ്റ്റ്ലിയർ ആസ് ഗവൺമെൻറ് റൈസസ് ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി ടു 10% ആക്കി കസ്റ്റംസ് ഡ്യൂട്ടി. അതുകൊണ്ട് തന്നെ സിൽവറിന് പൈസ കൂടുമെന്ന് പറയുന്നു. ബാങ്കുകളോട് നിർദ്ദേശിക്കുന്നത് KYC പ്രോസസ് ടു ബി സിംപ്ലിഫൈഡ് എന്നാണ്. ന്യൂ യോർ കസ്റ്റമർ എന്ന് പറഞ്ഞ് കസ്റ്റമറിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ ആയി ബന്ധപ്പെട്ടതാണ് KYC എന്ന് പറഞ്ഞ നോംസ്. അപ്പോൾ KYC പ്രോസസ് ടു ബി സിംപ്ലിഫൈഡ്. ഡിജി ലോക്കർ ടു ബി വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ അപ്ഡേറ്റിംഗ് ഡീറ്റെയിൽസ്. അപ്പോൾ KYC പ്രോസസ്സ് സിംപ്ലിഫൈ ആക്കാൻ വേണ്ടി ബാങ്കിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം കൂടുതൽ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, കൂടുതൽ ബാങ്ക് വഴിയിലെ ട്രാൻസാക്ഷൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ. ഡിഫൻസ് സ്പെൻഡിങ് ഇത്തവണയും കൂടുതലാണ്. ഡിഫൻസ് ബഡ്ജറ്റ് റൈസസ് 13% എന്ന് പറയുന്നത് ഓർത്ത് വെക്കേണ്ട നമ്പേഴ്സാണ്. സ്പേസിന് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ് ഗെറ്റ്സ് 8% ദാൻ ദ പ്രീവിയസ് ഇയർ, ലെസ് ദാൻ ദ പ്രീവിയസ് ഇയർ. അപ്പോൾ 8% കുറവാണ് കിട്ടിയത്. 12,500 കോടിയാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസിന് ഇത്തവണ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. MGNREGS മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം ഫണ്ട് cut by 33% to 60,000 crore. Activists accuse the center of killing the law, noting that the allocation does not even meet the minimum threshold and should have been doubled from current 60,000 crore merely to provide eligible households with 40 days of work instead of legally guaranteed 100. അപ്പോൾ ഈ നിയമത്തെ തന്നെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. കാരണം ഫണ്ട് കട്ട് നടത്തിയത് കൊണ്ട് 33% ഫണ്ട് കട്ടാണ് നടത്തിയത്. 60,000 കോടിയാണ് അലൊക്കേഷൻ. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ മിനിമം ഗ്യാരണ്ടീഡ് 100 days ഓഫ് വർക്ക് എന്നതിനേക്കാളും 40 ദിവസത്തെ വർക്ക് മാത്രം എലിജിബിൾ ഹൗസ് ഹോൾഡ് മിയർലി ടു പ്രൊവൈഡ് എലിജിബിൾ ഹൗസ് ഹോൾഡ്സ് വിത്ത് 40 days ഓഫ് വർക്ക് എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ റൂറൽ പോപ്പുലേഷന് അല്ലെങ്കിൽ ഇൻഓർഗനൈസ്ഡ് ആയിട്ടുള്ള സെക്ടറിൽ പണിയെടുക്കുന്ന ആൾക്കാർക്ക് ഒരു ബൂസ്റ്റ് കിട്ടേണ്ട ഈ MGNREGS പോലത്തെയുള്ള സോഷ്യൽ വെൽഫെയർ സ്കീംസ് അതിൻ്റെ അലൊക്കേഷൻ കുറക്കുന്നതിനെക്കുറിച്ചൊരു കൺസേൺ ഈ പറയുന്ന ഇതിൽ അനാലിസിസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്യുന്നതും ബഡ്ജറ്റ് തന്നെയാണ്. റാഫ്റ്റ് ഓഫ് കൺസെഷൻസ് amid consolidation while promoting inclusive development, the budget gives more to the affluent than to the poor. അപ്പോൾ ഒരു വീക്കർ സെക്ഷൻ ഓഫ് ദി സൊസൈറ്റിയെ കുറച്ച് അവഗണിച്ചുകൊണ്ടാണ് ഇപ്രാവശ്യത്തെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. 2024 ലോക്സഭ ഇലക്ഷൻസ് ഫോക്കസ് ചെയ്ത് ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ്, അതുപോലെ തന്നെ മറ്റ് എക്കണോമിക് ഗ്രോത്ത് ബൂസ്റ്റ് ചെയ്യാനുള്ള സ്പെൻഡിങ് ഉണ്ടെങ്കിൽ കൂടി വീക്കർ സെക്ഷന്
എഫ്ലുവൻറ്റിനെ സംബന്ധിച്ച് തഴഞ്ഞതുപോലെയാണ് ഈ ബഡ്ജറ്റിലുള്ളത് എന്ന് പറയുന്നു. MGNRS സ്കീം, ഹെൽത്തിലുള്ള സ്പെൻഡിങ്, എഡ്യൂക്കേഷനിലുള്ള സ്പെൻഡിങ് റിലേറ്റീവ്ലി കുറവായതാണ് ഇങ്ങനെ അനാലിസിസ്റ്റ് കാരണം. അമൃതകാലിനെ കുറിച്ച് പറയുന്നുണ്ട്, ഇന്ത്യ അറ്റ് 100നെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ വേറെ തന്നെ ഒരു വീഡിയോ എഡിറ്റോറിയലുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നതാണ്. ബഡ്ജറ്റിനെ കുറിച്ച് ഓപ്പോസിഷൻ പാർട്ടി പറയുന്നത് കേട്ടാൽ തന്നെ നമുക്ക് ആ കാര്യം മനസ്സിലാവും. ആൻറ്റി പുവർ ഓപ്പർച്യൂണിസ്റ്റിക് ബഡ്ജറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് വെസ്റ്റ് ബംഗാൾ CM മമതാ ബാനർജി പറഞ്ഞിരിക്കുന്നത് ആൻറ്റി പുവർ എന്നാണ്. അതായത് സാധാരണക്കാർക്കെതിരെയുള്ള ഒരു ബഡ്ജറ്റ് പോലെയായി പോയി ഇത് എന്നാണ് പറയുന്നത്. ഇന്ത്യ ന്യൂസിലാൻഡ് സീരീസ് T20 നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ ആദ്യത്തെ 2020 ജയിച്ചിരിക്കുകയാണ്. ഇത്രയാണ് ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ്. അപ്പോൾ നമുക്ക് കാണാം. ബൈ, ടേക്ക് കെയർ, സീ യു.